പക്ഷെ അത് ഷാഫി എന്ന് പറയുന്ന ഒരു പ്രതീകം മലയുടെ ഉച്ചിയിലാണ് നിന്നിരുന്നത്. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന് അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം UDF-ന്റെ പൊതു താല്പര്യത്തെ അല്ല പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ വഹിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുവികാരത്തെ അല്ല, UDF-നെ പിന്തുണയ്ക്കുന്ന മനുഷ്യരുടെ വികാരത്തെ അല്ല ഇവരൊന്നും പിന്തുണയ്ക്കുന്നത്. ഇവർക്കെല്ലാം ഇവരുടേതായിട്ടുള്ള ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങൾ, കക്ഷി താല്പര്യങ്ങൾ, ഇവരുടെ ഗ്രൂപ്പ് താല്പര്യങ്ങളാണെന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷാഫി പാലക്കാട് മണ്ഡലം സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുകയും അവിടെ മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം കേരളമാകെ വലിയ നേതാവായി മാറുന്നത് എങ്ങനെയാണ്? വടകരയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. വടകരയിൽ വന്നിറങ്ങും അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നതും അദ്ദേഹത്തെ ആളാക്കി മാറ്റുന്നതും അദ്ദേഹത്തിന് ആരവം ഉണ്ടാക്കുന്നതും ലീഗുകാരാണ്. കാരണം മലബാറിലെ ഏറ്റവും സജീവമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടി മുസ്ലിം ലീഗാണ്. അപ്പൊ അദ്ദേഹത്തെ ഒരു വലിയ നേതാവാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെയും ഒപ്പം മലബാറിലെ UDF പ്രവർത്തകരുടെയും അവരുടെ ഒരു ആവേശത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു പ്രശ്നമില്ലേ? ഇപ്പം മുസ്ലിം ലീഗിനോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് അത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ വേണ്ടതുണ്ടോ? അതാണോ അദ്ദേഹം കോൺഗ്രസ് അണികളോടുള്ള കമ്മിറ്റ്മെന്റ് തന്നെ പോരെ അതിന്? അല്ല, കോൺഗ്രസ് അണികളോട് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MLA-മാരോട് ഇപ്പൊ എന്തുകൊണ്ട് രോഷാകുലരാകുമെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചു ഒരു സമുദായ നേതാവ് ഇറങ്ങി വന്നു നിന്നിട്ട്. എന്തിനാണ്? കേരളത്തിൽ ഒരു മുസ്ലിം ഹിന്ദു ഡിവൈഡ് ഉണ്ടാക്കാൻ, അങ്ങനെ BJP-ക്ക് വോട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ വിഷനാവുമായിട്ട് ഇറങ്ങി തിരിഞ്ഞപ്പോ അന്ന് ഷാഫി മിണ്ടിയില്ല. എന്നിട്ടും ഷാഫി നിങ്ങൾ എന്തേ മിണ്ടാത്തത് എന്നാരും ചോദിച്ചില്ല. അദ്ദേഹത്തെ കൊണ്ടു നടക്കുകയാണ് ചെയ്തത്. അന്ന് മിണ്ടി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ പേരാണ് VD സതീശൻ. ആ VD സതീശൻ മുഖ്യമന്ത്രിയാകാനാണ് ഈ ഷാഫി അടക്കം പണിയെടുക്കുന്നത് എന്നിവർ വിചാരിച്ചു. പക്ഷേ ജയിച്ചു കഴിയുമ്പോൾ VD സതീശനെ വെട്ടാനാണ് ഇവരുടെ എല്ലാം പരിപാടി എന്ന കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഇമോഷണൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ അപരവൽക്കരിച്ചും ഞങ്ങളെ വെറുപ്പിന്റെ വഴിയിലേക്ക് തള്ളിയിട്ടും കേരളത്തിലാകമാനം കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ ഒരാൾ ശ്രമിച്ചപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ ഒരു നേതാവ്, അയാൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോയ്സാണ്, നാച്ചുറൽ ചോയ്സ് എന്ന് പറയില്ലേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, അത് വെട്ടാൻ നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കേരളത്തിൽ എന്ന് പറയുന്ന ഐഡിയോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്നാണ്. ആ ക്വസ്റ്റ്യൻ ഷാഫി നേരിടുകയാണ്. എനിക്ക് ഷാഫിയെ കുറിച്ചുള്ള വിമർശനങ്ങളൊന്നും എന്തെങ്കിലും അദ്ദേഹം ആ നിലയ്ക്ക് ആ ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം എപ്പോഴും വളരെ സെക്യൂർ ആൻഡ് സേഫ് പൊളിറ്റിക്സ് ആണ് കളിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെയും അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് നാം കണ്ടിട്ടില്ല. ആ വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും പ്രശ്നമാണ്. അദ്ദേഹം അങ്ങനെ എല്ലായിടത്തും അദ്ദേഹം മാത്രമായി എല്ലാ വിഷയത്തിലും സീരിയസ് ആയി ഇടപെടണം അഭിപ്രായം പറഞ്ഞ് ഞാൻ പറയില്ല. പക്ഷെ അദ്ദേഹം ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു നേതാവായിട്ട് ഉയർന്നു വരുമ്പോൾ സീരിയസ് ആയ പൊളിറ്റിക്സ് കൂടി പറയുന്നത് നന്നാവുമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ കോൺഗ്രസിനെ അപരവൽക്കരിക്കല മേൽ വലിയ ചാപ്പുകൾ വരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് മേൽ ഇപ്പൊ പാലക്കാട്ടെ സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ MLA-യുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങൾ വരുന്ന വന്ന ഘട്ടത്തിൽ VD സതീശൻ ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ എല്ലായ്പ്പോഴും അദ്ദേഹം അവലംബിച്ച ഒരുതരം മൗനമുണ്ട്. ആ മൗനം എന്ന് പറയുന്നത് അദ്ദേഹം അന്നൊക്കെ മറികടന്നു പോയി. ഒരു ദിവസം അദ്ദേഹത്തിന് പേ ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പോ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മനുഷ്യൻ UDF-നെ വിജയിപ്പിച്ച മനുഷ്യരുടെ പൊതു താല്പര്യത്തിന് കുറുകെ നിൽക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അതാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തെ ഹോയ് വിളിച്ചു നടന്ന ആൾക്കാർ തന്നെ നിങ്ങൾ ഈ ചെയ്യുന്നത് വഞ്ചനയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് ആരോടാ പറയുന്നത്? ഷാഫിയോട് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയോട് പറയുന്നു. ഞങ്ങളുടെ താല്പര്യത്തെ മാനിക്കാതെ നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കിയാൽ അടുത്ത തവണ വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് UDF-ന്റെ പ്രവർത്തകർ കമന്റ് പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയോട്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി ഒരു വേറെ അഭിപ്രായം പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. സോ അതുകൊണ്ട് ഷാഫി പറമ്പിൽ മാത്രം വരുന്ന പ്രശ്നമല്ല. അപ്പൊ നിങ്ങളെ ഒരു ഫെയർ പൊളിറ്റിക്സ് അല്ല നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ട് എല്ലാ ജനങ്ങളെയും കണ്ണുകെട്ടി കളിക്കാൻ പറ്റുന്ന ഒരു കളിയൊന്നും ഇവിടെ രാഷ്ട്രീയത്തിലില്ല. എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. സോ അതാണ് ഷാഫിയുടെ കാര്യത്തിൽ. ഷാഫി ഏതെങ്കിലും ഒരു ദിവസം പേ ചെയ്യപ്പെടേണ്ട ദിവസം ഉണ്ടാവും. ആ ദിവസത്തിലേക്ക് അയാൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു.